ഹലോ. അപ്പം ദേ ഞാൻ കെട്ടിയോൻ്റെ ഒരു പൂതി പ്രമാണിച്ച് ഇന്ന് ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ചെമ്മീൻ കൊണ്ട് മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് കുറച്ച് ദിവസമായി പറയുന്ന എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പം നമുക്കിത് ഉണ്ടാക്കേണ്ട മടിയാണല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില, ഒരു ചെറിയ സവാള, ചെറിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്പൈസസ്, കറുകപ്പട്ട, കറിയാമ്പൂ, ഏലക്ക, കുരുമുളക്, പിന്നെ ജീരകം, ആ വക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളെ മെയിൻ സൺഫ്ലവർ ഓയിലും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ പച്ചമുളക് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ മേലെ ദം ചെയ്യുമ്പോൾ കുത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി, പിന്നെ മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ, മല്ലിയിലയും ക്യാപ്സിക്കവും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കാണാൻ കുറച്ച് ലുക്ക് വീഡിയോയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൺചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. ഇനി ഞാനിത് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാഗി ക്യൂബ് വേണ്ട. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരെ നമ്മളെ ഫ്രിഡ്ജിലോട്ട് 2-3 മണിക്കൂർ, വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേനും ഞാൻ റൈസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് വേവിക്കുമ്പോൾ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും അരി കുതിർത്ത് വെക്കുക. സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് റൈസിലോട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഞാൻ ഒരു പാനിലോട്ട് ഇത് മാറ്റി. ഇനി നമുക്ക് ഫുൾ തീയിൽ വേണം 2-3 സെക്കൻഡ് നമ്മൾ ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദം ചെയ്യാനുള്ള പരിപാടി. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കരിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ദം ചെയ്യാണ്. അപ്പോൾ ആളുടെ പൂതി അനുസരിച്ച് ഉണ്ടാക്കിയതാണെങ്കിലും ഗൈസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മാഗി ക്യൂബൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരുപാട് ഓയിലൊന്നുമില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പം നിങ്ങളിത് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക്. ഞാൻ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയുള്ളൂ. ഞാൻ ഉണ്ടാക്കിയതിൽ അടിപൊളിയായിട്ട് വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. അപ്പം ഞാൻ അരിയൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം ഗൈസ്. ബൈ.